നമുക്ക് ഏത്തയ്ക്ക വെച്ച് ഒന്ന് കട്ട്ലേറ്റ് ഉണ്ടാക്കാം. അതിന് ഞാൻ 4 ഏത്തയ്ക്ക എടുത്തിരിക്കുകയാണ്. അത് പുഴുങ്ങാൻ വെച്ചു. ഇതിലേക്ക് ഞാൻ തേങ്ങ, നെയ്യ് വറുത്ത് ഏലക്കാപ്പൊടി ഇട്ട് ഇതിലേക്ക് വറുത്ത് ഇച്ചിരി ഒന്ന് കോക്കനട്ട് സുഹൃത്തുക്കളെ, ഇത് ഞാൻ കട്ട്ലേറ്റ് ഉണ്ടാക്കുക. നമുക്ക് ഒരു ഏത്തയ്ക്ക വെച്ചൊരു കട്ട്ലേറ്റ് ഉണ്ടാക്കാം. അതിനായിട്ട് ഞാൻ 4 ഏത്തയ്ക്ക പുഴുങ്ങാൻ വെച്ചതാണ്. ഇത് ഞാൻ നെയ്യിൽ വറുത്തെടുത്ത് വെച്ചതാണ്. നട്ട്സും മുന്തിരി. അതേ നെയ്യിൽ തന്നെ ഞാൻ തേങ്ങ ഉണ്ടായിരുന്നു, കുറച്ച് തേങ്ങ എടുത്ത് ആ നെയ്യിൽ തന്നെ ഞാൻ ഒന്ന് ജസ്റ്റ് അതേ നെയ്യിൽ തന്നെ ഞാൻ ആ തേങ്ങ ഒരു ശകലം നമ്മൾ എത്ര എടുക്കും, ഞാനൊരു 2.5 സ്പൂൺ തേങ്ങയായിരുന്നു തിരുമിയത്. അതൊന്ന് ജസ്റ്റ് അതേ നെയ്യിൽ തന്നെ ഒന്ന് വറുത്തെടുത്തു. പിന്നെ ഇത് ബ്രെഡാണ്, ഏലക്കാപ്പൊടി, 2 മുട്ടയാണ് ഞാനത് അടിച്ചിട്ട് വെച്ചിരിക്കുവാണ്. സാധാരണ എടുക്കുന്ന പോലെ ബ്രെഡിൻ്റെ പൗഡർ ഞാനത് പൊടിച്ചതാണ്. ഞാൻ ഏത്തയ്ക്ക ഉടച്ചായിരുന്നു. ഇതിലേക്ക് ഞാൻ നമ്മുടെ തേങ്ങ ഞാൻ നെയ്യിലൊന്ന് ജസ്റ്റ് ഒന്ന് വഴറ്റിയെടുത്തു. ഏലക്ക പൗഡർ, ബ്രെഡിൻ്റെ പൊടിച്ചത്, 2-3 പീസ് ബ്രെഡ് പൊടിച്ചത് കൂടെ മിക്സ് ചെയ്താണ്. നമ്മൾ എത്രമാത്രം നമ്മൾ എടുക്കുന്ന ഈ നെയ്യിൽ ഞാനിത് ഇതിനകത്താണ് ഇത് എടുത്തിരിക്കുന്നത്. ഇനി ഇത് ഞാൻ ഒന്നിച്ച് ഇതിലേക്ക് മിക്സ് ചെയ്യുന്നു. ഇതെല്ലാം കൂടെ നമുക്ക് ഒന്നിച്ചൊന്ന് മിക്സ് ചെയ്യാമേ. ഇത് കട്ട്ലേറ്റിൻ്റെ നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ അത് ആകൃതി ഷേപ്പാക്കാം. ഞാനിങ്ങനെ ഷേപ്പാക്കിക്കൊണ്ടിരിക്കുന്നു. അഥവാ നമുക്ക് ഇച്ചിരി കൂടെ ലൂസെന്ന് കണ്ടാൽ കുറച്ചുകൂടെ ഇട്ട് കൊടുക്കാം. ഒന്നുകൂടെ എല്ലാം കൂടെ ഒന്ന് കൈ കൊണ്ട് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ നട്ട്സ് ഇതിനകത്ത് ചേർത്തിട്ടുണ്ട്. നെയ്യിലൊക്കെ വറുത്ത് എല്ലാം മിക്സ് ചെയ്തു. നമുക്ക് ഇഷ്ടാനുസരണമുള്ള രീതിയിൽ സ്പൂണിലോ കൈ കൊണ്ട് ഈ ഷേപ്പിലോ ഒക്കെ നമുക്ക് എടുക്കാൻ പറ്റും. മധുരം ചേർക്കേണ്ടവർക്ക് ചേർത്താൽ മതി. എന്നിട്ട് ഇനിയും സാധാരണ പോലെ തന്നെ നമ്മളിത് മുട്ടയിൽ എടുക്കുന്നു. സാധാരണ കട്ട്ലേറ്റിന് പോലെ തന്നെ ബ്രെഡിലിത് ഷേപ്പ് ചെയ്തെടുക്കുന്നു. നമുക്കിനി ഓരോന്ന് ഇതിലേക്ക് നമ്മുടെ പിള്ളേരൊക്കെ ഭയങ്കര ഇഷ്ടമുള്ളതാണ് ഇട്ട് കൊടുക്കുക. ചെറുതായിട്ട് ജസ്റ്റ് ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം. എല്ലാം നെയ്യിലായതുകൊണ്ട് വളരെ നല്ല സ്വാദിഷ്ടമാണ്. നമ്മുടെ മക്കൾക്കും ഗസ്റ്റിനും ഒക്കെ ഉണ്ടാക്കി കൊടുക്കാൻ വളരെ നല്ല ടേസ്റ്റ്. അധികം ഒന്നും വെക്കണം, നമ്മളെല്ലാം റെഡിയാക്കിയതാണ്.